ശ്രീ എൻ പി ചെക്കുട്ടി, ഇതിപ്പോൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടൽ അതിപ്പോൾ കേരളത്തിന് മാത്രമല്ല പറയാനുള്ളത്, മറ്റ് സംസ്ഥാനങ്ങൾക്കുമുണ്ടല്ലോ. ഇന്നലത്തെ ഡൽഹിയിലെ സമരത്തിൽ സമാനമായ സാഹചര്യം തുറന്നു പറഞ്ഞ കേജ്രിവാൾ എത്തിയിരുന്നു. പല നേതാക്കൾക്കും ഭഗവത് മാനും പറഞ്ഞിരുന്നു. അപ്പോൾ ആ രൂപത്തിൽ NDA ഇതര സംസ്ഥാനങ്ങളെ എങ്ങനെയൊക്കെ വേട്ടയാടുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്ന ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസ്, അതിലിവിടെ ഇപ്പോൾ SFIO വരുമ്പോൾ അതൊരു രാഷ്ട്രീയ വേട്ടയാടൽ മാത്രമാണ് എന്ന രൂപത്തിൽ കാണാൻ സാധിക്കുമോ? സാധാരണക്കാരനെ സംബന്ധിച്ച്, കേരളത്തിലെ ഒരു സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഇതൊരു വ്യക്തമായ ഉത്തരം പാർട്ടിയോ സർക്കാരോ നൽകിയിട്ടുണ്ടോ ശ്രീ എൻ പി ചെക്കുട്ടി? ഈ എക്സാലോജിക്കിൻ്റെ നേരെ നടക്കുന്ന അന്വേഷണങ്ങൾ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനാണ് എന്ന മട്ടിലുള്ളൊരു ആർഗ്യുമെൻറ്റ്. അത് CPM ഉന്നയിച്ചാലും ശരി, ആരും ഉന്നയിച്ചാലും ശരി, ജനത്തിന് ബോധ്യമാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ജനങ്ങൾക്ക് ബോധ്യമാവില്ല എന്ന് CPMന് പോലും ഉറപ്പുള്ളത് കൊണ്ടാണ് പാർട്ടി അണികളെ ഈ വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ, പാർട്ടി അണികൾക്കിടയിൽ ഇപ്പം നിലനിൽക്കുന്ന ആശയക്കുഴപ്പങ്ങൾ, സംശയങ്ങൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും താഴെ തലം വരെയുള്ള ഘടകങ്ങളിൽ പാർട്ടി വിശദീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ ആഭ്യന്തരമായിട്ട് CPMനകത്ത് ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ കേജ്രിവാളിനെ പോലുള്ള ആളുകൾ പറയുന്ന വിഷയം, അവർക്കെതിരായിട്ട് നടക്കുന്ന അന്വേഷണങ്ങൾ, അവരുടെ നേരെ ഒരു വേട്ടയാടൽ, അത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നടക്കുന്ന വേട്ടയാടലുകൾ, അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല. അവിടെയുള്ള വിഷയങ്ങളുടെ സ്വഭാവവും ഇവിടെയുള്ള വിഷയങ്ങളുടെ സ്വഭാവവും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെയുള്ളത് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ലിക്കർ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേജ്രിവാളിൻ്റെ മന്ത്രിസഭയിലെ 2 പേർ ഇപ്പം അവിടെ ജയിലിൽ കിടക്കുന്നത്. അതിൻ്റെ പേരിലാണ് അന്വേഷണം. അത് വേറൊരു വിഷയമാണ്. ഇവിടെയുള്ള വിഷയം മുഖ്യമന്ത്രിയുടെ മകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കേസിൽ ഇപ്പം നടക്കുന്ന അന്വേഷണങ്ങൾ ഒരു ഭാഗത്ത്, 2 എങ്ങനെയാണ് ഈ കമ്പനി ഉയർന്നു വന്നത്, ഈ കമ്പനി എങ്ങനെയാണ് പ്രവർത്തിച്ചത്, ഈ കമ്പനിയുടെ പ്രവർത്തന രീതി സുതാര്യമായിരുന്നോ, നിയമങ്ങൾ പാലിച്ചാണോ ചെയ്തത്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ലോ എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇത് നേരത്തെ തന്നെ കുഴൽനാടനെ പോലുള്ള ആളുകൾ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. അന്നും ഒരുപാട് വളരെ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ടുണ്ട്. അതിനൊന്നും CPMോ മുഖ്യമന്ത്രിയോ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടില്ല. ആദ്യം മുതലേ ഉള്ളൊരു പ്രശ്നം, ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ എന്ത് തരത്തിലുള്ള സേവനമാണ് അവർ നൽകിയിട്ടുള്ളത്, അത് ആർക്കും പറയാൻ കഴിയുന്നില്ല. എന്ത് സേവനമാണ്, ഒരു സേവനവും നൽകാതെ എങ്ങനെയാണ് ഒരു വൻ തുക ഒരു കമ്പനിക്കും അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവിനും കൊടുക്കാൻ കഴിയുന്നത്? അങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? അത് അഴിമതിയുടെ ഒരു സ്വഭാവം, പണം കൊടുക്കാനുള്ള, അഴിമതി പണം കൈമാറാനുള്ള ഒരു മാർഗം എന്ന നിലയിൽ മാത്രമായിട്ടാണ് നമുക്കതിനെ കാണാൻ കഴിയും. അതുകൊണ്ടായിരിക്കണം ഈ കമ്പനി പിന്നീട് അടച്ചു പൂട്ടേണ്ടി വന്നതും. ഇത് ഈ നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും, മറ്റ് പ്രശ്നങ്ങളുണ്ട് എന്നത് കണ്ടതുകൊണ്ടായിരിക്കണം. ഏതായാലും ശരി, CPMനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ഇതിലെത്ര ഇൻവോൾവ് ആണെന്നുള്ളത് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അത് അന്വേഷണത്തിന് ഭാഗം. അദ്ദേഹം പറയുന്നത് എൻ്റെ കൈകൾ ശുദ്ധമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാര്യയുടെ പണം കൊടുത്തായിരിക്കാം ഈ കമ്പനി നടത്തിയത്. പക്ഷേ അത്രത്തോളം പണം ഒരാൾക്ക് കിട്ടുമോ എന്നുള്ളതിന് അതൊക്കെ നമുക്ക് സംശയിക്കുക, അതൊക്കെ വേറൊരു വിഷയമാണ്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം, മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് മോറലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ലേ എന്നുള്ളതാണ്. നേരിട്ടുള്ള സാമ്പത്തികമായ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ ഇല്ലെന്നറിയില്ല. പക്ഷേ കേരള സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട്, കേരള സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കേരള സർക്കാരിൽ ഈ കമ്പനി ഉടമയ്ക്കുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയിരിക്കുന്ന ഒരുപാട് നീക്കങ്ങൾ വളരെ വളരെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുമണ്ഡലത്തിൽ ചർച്ചയാവുന്നുണ്ട്, രാഷ്ട്രീയ ചർച്ചയാവുന്നുണ്ട്. അതിന് കേജ്രിവാളിനെതിരായിട്ടും മറ്റ് രാഷ്ട്രീയക്കാർക്കെതിരായിട്ടും നടക്കുന്ന അന്വേഷണങ്ങളുമായിട്ട് കൂട്ടിക്കെട്ടി അതിൻ്റെ ബലത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ഈ കേസിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങളെ സത്യസന്ധമായിട്ട് നേരിടാൻ, പൊതുസമൂഹത്തിന് മുമ്പിൽ വിശദീകരിക്കാൻ പാർട്ടി തയ്യാറാവേണ്ടതുണ്ട്. നിലവിൽ അവർ നൽകുന്ന വിശദീകരണങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ളതല്ല എന്നതാണ് പ്രശ്നം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.